ഇപ്പോൾ സംവിധായകൻ ഇതൊരു റിയലിസ്റ്റിക് സീരീസ് ആയിട്ട് ചെയ്യാനാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ പ്രേക്ഷകരും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു സിനിമാറ്റിക് ലൈനാണോ പിടിച്ചിരുന്നത്? ഇത് തന്നെ ഇപ്പോൾ ഈ സിനിമാറ്റിക് ലൈൻ പ്ലസ് പ്രേക്ഷകരും ഒന്ന് എൻഗേജ്ഡ് ആയി അതിലായിട്ട് കഥയിലോട്ട് ആ പ്രോസസ്സിലേക്ക് എൻജോയ് ചെയ്ത് പോകണമെന്നുള്ള സാധനം. കാരണം ആ കോൺവെർസേഷൻസ് ആൾക്കാരെ മനസ്സിലാവുന്നു, എന്നാലും കുറച്ച് ഡൗട്ട് പയ്യെ ഇതിൻ്റെ കൂടെ പോകണമെന്നാണ്. പിന്നെ ഈ പോലീസുകാരുടെ സാധനമാണെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ അതിനകത്തൊരു DYSP അർജുനോട് ചൂടാകുന്ന സീനുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി അങ്ങനെ ഒരു ക്യാരക്ടറെ കാണിച്ചാൽ സിനിമയിൽ എപ്പോഴും ഓക്കെ ഇവൻ ചൊറിയാനാ ഇനി ഫുൾ ടൈം ചൊറിഞ്ഞോണ്ടേ ഇരിക്കും. പക്ഷെ അങ്ങനല്ല, പുള്ളി ചൂടായി നെക്സ്റ്റ് സീനി അവൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മളും മനുഷ്യന്മാരങ്ങനെയല്ല, നമുക്കിപ്പോൾ എന്തെങ്കിലും നെച്ച് ചൂടാവും എന്ന് പറഞ്ഞാൽ എപ്പോഴും ചൂടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് പൊളിക്കാം. സ്ഥിരം ഒരു ചൊറിയൻ ക്യാരക്ടർ സിനിമയെ കാണും, സബോർഡിനേറ്റിനെ നടക്കുന്നത്. അപ്പം അങ്ങനത്തെ സംഭവം എല്ലാം ഓൾറെഡി ബാഹുലിൻ്റെ എഴുത്തില്ലാതുണ്ട്. അപ്പം ഇതും നമ്മൾ ആക്ച്വലി ഇത് നോട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്തതല്ല. പക്ഷേ നമ്മളിത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കുറേ ഇതുപോലത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പം ഇങ്ങനെ രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്.